എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഡുറൻഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ ഗംഭീരമായ വിജയം. 8 ഗോളിനാണ് മുംബൈ സിറ്റി FC-യെ KBFC പരാജയപ്പെടുത്തിയത്. ഡുറൻഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് FC-യോട് 1-1 സമനിലയിലാണ് മത്സരം അവസാനിപ്പിച്ചത്. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയായിരുന്നു. ഗോൾ കീപ്പറായി സോംകുമാർ തന്നെയായിരുന്നു. ഡിഫൻഡറായിട്ട് ഹോർമിപ്പാം, മിലോസ്, ഷഹീഫ് ഐബൺ. MDF ആയിട്ട് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ, ദാനിഷ്, ഫ്രെഡി, യൊഹിംബ. സ്ട്രൈക്കർ ആയിട്ട് പെപ്രയും നോഹും ആയിരുന്നു. നോറ, സന്ദീപ്, ബ്രൈസ്, പ്രീതം, ഐമൻ, അസർ, സൗരവ്, നവോച്ച, ശ്രീകുട്ടൻ എന്ന താരങ്ങളായിരുന്നു സബ്ബായിട്ട് ഉണ്ടായിരുന്ന താരങ്ങളായിരുന്നു. മത്സരത്തിന്റെ പ്രത്യേകത എന്തുവെച്ചാൽ പെപ്രയുടെ അസിസ്റ്റായിരുന്നു ഐമൻ ഗോളാക്കി മാറ്റിയത്. മത്സരത്തിൽ മിന്നുന്ന പെപ്രനെ ആയിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. മത്സരത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ പെപ്രയുടെ ഒരു ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇഞ്ച് വ്യത്യാസത്തോടെ പോസ്റ്റ് ബാറിൽ ഇടിച്ചു തട്ടിത്തെറിക്കുകയായിരുന്നു. ഈ മത്സരത്തിന്റെ അവസാനത്തെ റിസൾട്ട് ആരാധകർക്ക് ഒട്ടും സന്തോഷമല്ല. ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരമാണ് ശനിയാഴ്ച രാത്രി 7 മണിക്ക് വിവേകാനന്ദ സ്റ്റേഡിയം കൊൽക്കത്തയിൽ വെച്ച് KBFC CISF-നെ നേരിടുന്നത്. മത്സരത്തിൽ വിജയമല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആരാധകർ. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് ഡയറക്റ്റായി പ്രവേശിക്കും.